അല്ലാഹു 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 അല്ലാഹ് അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ അമ്മാ ബഅദ്. പവിത്രമായ റജബ് മാസത്തിലാണ് നാം ഉള്ളത്. മുസ്ലിം ലോകം പ്രാർത്ഥനയിലാണ്, ദുആയിലാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണം, റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണമേ. അല്ലാഹു പവിത്രമാക്കിയ മാസങ്ങളിൽ ഒന്നാണ് റജബ് മാസം. 12 മാസങ്ങളിൽ 4 മാസങ്ങളെ ഖുർആനിൽ അല്ലാഹു എടുത്തു പറഞ്ഞു. മിൻഹ അർബഅത്തുൻ ഹുറും. 4 മാസങ്ങൾ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസമാണ്. അത് ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബാണ്. എന്നിട്ട് 4 മാസങ്ങളെ എടുത്തു പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയുകയാണ്, ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും. ഈ മാസങ്ങളിൽ നിങ്ങളുടെ നഫ്സുകളോട് നിങ്ങൾ അക്രമം പ്രവർത്തിക്കരുത്. ദുൽമ് 2 രീതിയിലുണ്ട്. ഒന്ന് അൽദുൽമു ലിൽ ഗൈർ, മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ടുള്ള ദുൽമ്, അക്രമം. രണ്ടാമത്തേത് അൽദുൽമു ലിൻ നഫ്സി ബിൽ മആസി, പാപം ചെയ്തുകൊണ്ട് നഫ്സിനെ, സ്വന്തം ശരീരത്തെ ആക്രമിക്കുക. ഈ 2 രീതിയിലുള്ള അക്രമങ്ങളും മുഴുവൻ തെറ്റുകുറ്റങ്ങളും ഈ മാസങ്ങളിൽ നിഷിദ്ധമാണ്. എല്ലാ മാസങ്ങളിലും പാപം ഹറാമാണ്, അക്രമം പാടില്ല. പിന്നെ എന്തിനാണ് ഈ 4 മാസങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് ഈ മാസങ്ങളിൽ നിങ്ങൾ അക്രമം പ്രവർത്തിക്കരുത് എന്ന് പറയുന്നത്? തശ്രീഫല്ലഹ വ തക്രീമല്ലഹ, ഈ മാസങ്ങളുടെ മഹത്വം ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. റജബ് മാസത്തിന്റെ 2ാമത്തെ പ്രത്യേകത ബിദായത്തുൽ ഇസ്തിഅദാദി ലി റമളാൻ. റമളാനിന് വേണ്ടി ഒരുങ്ങാൻ വേണ്ടി അള്ളാഹു നൽകിയ 2 മാസങ്ങളിൽ 1ാമത്തെ മാസമാണ് റജബ്. 2ാമത്തെ മാസം ശഅബാൻ മാസമാണ്. നമ്മുടെ മുൻഗാമികളൊക്കെ റമളാനിന് വേണ്ടി ഈ മാസം മുതൽ തയ്യാറെടുക്കുമായിരുന്നു, ഒരുങ്ങുമായിരുന്നു. മഹാനായ ദുന്നൂനുൽ മുസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, റജബു ഷഹ്റു സറഅ, റജബ് മാസം അത് കൃഷിയുടെ മാസമാണ്, അതായത് വിത്തുകൾ വിതക്കേണ്ട മാസമാണ്. വശഅബാനു ഷഹ്റു സഖി, ശഅബാൻ മാസം വെള്ളം നനക്കേണ്ട മാസമാണ്. വറമളാനു ഷഹ്റുൽ ഹസാദ്, റമളാൻ കൊയ്തെടുക്കേണ്ട മാസമാണ്. റമളാനിലേക്കുള്ള നന്മകളുടെ പ്രവർത്തനം റജബ് മാസം മുതൽ ആരംഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ മാസങ്ങളിൽ നാം അധികമായി നന്മകൾ ചെയ്തു കൂട്ടുക, അള്ളാഹുവിന്റെ മഹബ്ബത്ത് കരസ്ഥമാക്കാനുള്ള അമലുകൾ അധികമായി ചെയ്യുക. ഇത് നന്മയുടെ സീസണാണ്. ചക്കക്കും മാങ്ങക്കും ഫ്രൂട്ട്സുകൾക്കും പഴവർഗ്ഗങ്ങൾക്കുമൊക്കെ ഓരോ സീസൺ ഉണ്ട്. ആ സീസണിലാണ് അത് കായ്ക്കുന്നത്. ഇതുപോലെ ഇത് നന്മയുടെ സീസണാണ്, നന്മയുടെ വസന്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ നന്മകൾ അധികരിപ്പിക്കാൻ ഖുർആൻ പാരായണങ്ങൾ, ദിക്ർ, അദ്കാറുകൾ